നമസ്കാരം. അല്ലെങ്കിലും ഈ മാങ്കൂട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും. കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കുറച്ച് പേരടങ്ങുന്ന, അതായത് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, അതോടൊപ്പം അപ്പുറത്തും ഇപ്പുറത്തും നമ്മുടെ യൂത്ത് ലീഗിൻ്റെ ആൾക്കാർ, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ വാഹനത്തിൽ ഇങ്ങനെ കടന്നു വരുന്ന സമയത്താണ് അവിടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ടിരുന്ന കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അവർ വാഹനം തടഞ്ഞു നിർത്തിയതിനെ തുടർന്ന് എന്തിനാണ് എന്ന് ചോദിച്ചാൽ വാഹന പരിശോധനയ്ക്ക് വേണ്ടിയിട്ട്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളുടെ വാഹനങ്ങൾ മിക്ക സ്ഥലങ്ങളിലും വെച്ച് പരിശോധിക്കുന്ന പതിവാണ്, ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാം. ഇതും കടന്നിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക്, കൊടകരയിലേക്ക് കുഴൽപ്പണം വന്നതും പിന്നെ തൃശ്ശൂർ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് 10-15 കോടി രൂപ എത്തുകയും ചെയ്തതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിൽ തന്നെയും ഇതൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന ചില പരിശോധനകളാണ്. ആ പരിശോധനയ്ക്കിടയിൽ തനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതായത് അന്ന് പാലക്കാട് MLA ആയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരിശോധന അത്രയ്ക്ക് പിടിച്ചില്ല. ഇനി 2 അടിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് നമുക്കറിയില്ല, അത് വേറൊരു കാര്യം. അന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോലീസിന് കൊടുത്ത ഒരു വാക്കായിരുന്നു, ഇതിനുള്ള സർവീസ് പാരിതോഷികം നിനക്ക് ഞാൻ തരുന്നുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ അദ്ദേഹത്തിൻ്റെ പിതാവിനോളം പ്രായമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഈ രീതിയിൽ കയർത്തിട്ടും. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഇത്തരത്തിൽ ജോലി ചെയ്യേണ്ട, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ച് ജോലി ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥൻ, അത് ഹോം ഡിപ്പാർട്ട്മെൻ്റ് അല്ല. അപ്പോൾ പിന്നീട് അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പിന്നീട് ഈ പോലീസിൻ്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അതിനെ ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിനുള്ള സർവീസ് പാരിതോഷികം നിനക്ക് ഞാൻ തരാം എന്നായിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാക്ക് സംരക്ഷിച്ചു കൊടുക്കാൻ നമ്മുടെ ആഭ്യന്തര വകുപ്പിനും നമ്മുടെ മുഖ്യമന്ത്രിക്കും ഒക്കെ വല്ലാതെ ധൃതിയായി എന്ന് തോന്നുന്നു. വേറൊന്നും കൊണ്ടല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ രാത്രി 12:30-ക്ക് അദ്ദേഹം പാലക്കാട് താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടൽ മുറിയിൽ കയറി അറസ്റ്റ് ചെയ്ത ഒരു DYSPയെ, കുന്നംകുളം DYSPയെ ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നു. അതായത് കണ്ണൂർ കാസർഗോഡ് മേഖലയിലേക്ക്, അത് സാമ്പത്തിക ക്രമക്കേടിൻ്റെ പ്രത്യേക അന്വേഷണ വിഭാഗത്തിലേക്ക് ആ DYSPയെ സ്ഥലം മാറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് N മുരളീധരൻ എന്നാണ്. കുന്നംകുളം DYSP ആണ്. എന്താണ് കുന്നംകുളം DYSP ആയ ഈ N മുരളീധരൻ ചെയ്ത തെറ്റ്? നമുക്കറിയാം, കേരളത്തിൽ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളുടെ പേര് ദോഷം വളരെ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരുപാട് സ്ത്രീകളുമായി നിരന്തര ബന്ധമുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം ഈ സ്ത്രീകളുടെ പലരെയും ഒരു 3-4 സ്ത്രീകളുടെ പക്കൽ നിന്നും അവരെ നിർബന്ധിത ഭ്രൂണഹത്യയ്ക്ക് വരെ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കേസ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അപ്പം അതിനുവേണ്ടി ടാബ്ലറ്റ് വാങ്ങിക്കൊടുക്കുന്നു, മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നു, അങ്ങനെ തുടങ്ങി പീഡന പരാതിയുടെ പരമ്പര തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇടതുപക്ഷമാണ് അധികാരത്തിലിരിക്കുന്നത്. ആ സമയത്താണ് ഇദ്ദേഹം രായ്ക്ക് രാമായണം, അതായത് മുഖ്യമന്ത്രിയെ, ഒരു അതിജീവത മുഖ്യമന്ത്രിയെ കണ്ട് പരാതി സമർപ്പിച്ച് പുറത്തേക്കിറങ്ങിയ വഴിയിൽ DGPക്ക് നിർദ്ദേശം കൊടുക്കുന്നു, മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് കേസിൽ അന്വേഷണം ഇടണമെന്ന്, അല്ലെങ്കിൽ അന്വേഷണം നടത്തണമെന്ന്. ഇതോടുകൂടി മുഖ്യമന്ത്രിയെ എടോ വിജയ എന്ന് കടന്നാക്രമിച്ച് വിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന അതിശക്തനും ധീരനുമായ ഒരാൾ രായ്ക്ക് രാമാനം MLA ഓഫീസ് പൂട്ടി പാലക്കാട് നിന്ന് തടി തപ്പുന്നു. പിന്നീട് അദ്ദേഹത്തിന് പോകാൻ കഴിയുന്ന വഴികളിലൂടെ എല്ലാം അദ്ദേഹം സഞ്ചരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പാലക്കാട് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടൽ മുറിയിൽ വെച്ച് അദ്ദേഹത്തെ രാത്രി 12:30-ഓടുകൂടി, അതായത് ജനുവരി മാസം 11-ന് ഏകദേശം രാത്രി 12:30-ഓടുകൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ. ആ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ആര്? N മുരളീധരൻ എന്ന് പറയുന്ന DYSP. ഇദ്ദേഹത്തെ നേരത്തെ സ്ഥലം മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അദ്ദേഹത്തെ ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റിയെങ്കിലും സ്വാഭാവിക രീതി അനുസരിച്ചിട്ട് തിരിച്ച് പതിവ് പോലെ സ്വന്തം ജില്ലയിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതി പണ്ട് മുതൽ തന്നെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതങ്ങനെയല്ല. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ കൃത്യമായി പറഞ്ഞാൽ പോലീസിനെ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മുടെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി, VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും തരംതാണ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറയേണ്ടി വരും. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം, അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. മുഹമ്മദ് ഷിയാസ് ആരാണെന്ന് നമുക്കറിയാം, ആരുടെ ആളാണെന്ന് നമുക്കറിയാം.
ഇയാൾ കോതമംഗലത്ത് നടന്ന ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സമരപരിപാടിയായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടിക്രമങ്ങളുണ്ടായി, അവിടെ പോലീസ് അതിക്രമിച്ചു എന്നുള്ളതാണ് പരാതി. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത പോലീസുകാർക്കെതിരെയും ഡിവൈഎസ്പി ആയ AJ തോമസിന് എതിരായും നടപടിക്ക് ശുപാർശ ചെയ്തിട്ട് സ്ഥലം മാറ്റിയേക്കൂ എന്നുള്ളതാണ്. അപ്പം ആ പറയുന്ന സമരക്കാരെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ്, ഇനി രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം IG പൂങ്കുഴലിയായിരുന്നു കേസ് എൻക്വയറി ഉണ്ടായിരുന്നത്. അതേ ടീമിലുണ്ടായിരുന്ന SI ആയ ഹേമലത എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ ഈ കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് 3 തവണയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചത് എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇവിടെ കൃത്യമായ ഒരു രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട്, രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ആരൊക്കെ എവിടെയൊക്കെ വെച്ച് പീഡിപ്പിച്ചിട്ടുണ്ടോ ആ പോലീസുകാർക്കെല്ലാം വളഞ്ഞിട്ട് പണി കൊടുക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും. ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടാൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇതിൻ്റെ പണിയാൻ ഇറങ്ങിയിരിക്കുക. ഇതിൽ വേറൊരു രസകരമായൊരു കാര്യം, ഈ VD സതീശൻ അധികാരത്തിൽ കയറുന്നതിന് മുൻപ് ധീരമായ നടപടി, നിലപാടുകളുടെ രാജകുമാരൻ, തമ്പുരാൻ, മഹാരാജാവ്, ചക്രവർത്തി എന്നൊക്കെ കോൺഗ്രസ്സുകാർ നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു കൂവിയ ഒരു സാധനം ഉണ്ടായിരുന്നു. എന്തായിരുന്നറിയാമോ? ഈ VD സതീശൻ, റിനി ആൻ ജോർജ് എന്ന് പറയുന്ന ഒരാളുടെ പരാതിയെ ഉയർന്നു വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടി ഉണ്ടാക്കുകയും ആ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, എവിടെയാ നടപടി? ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയും ഞാൻ കോൺഗ്രസിൻ്റെ ആൾ തന്നെയാണ്, ഞാൻ കോൺഗ്രസ് പ്രവർത്തന, ഓക്കെ കോൺഗ്രസ് ആയിക്കോട്ടെ. പക്ഷേ ഇത് കാണുമ്പോൾ ഇവർ തമ്മിലുള്ള അന്തർധാര ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളത് തന്നെയാണ് കാര്യം. VD സതീശനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഒഴിവാക്കി നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേണം, രാഹുൽ മാങ്കൂട്ടത്തിനനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാര്യം വേറെ എന്തെങ്കിലുമൊക്കെ ഇവർ തമ്മിലുള്ള ഒത്തുകളികൾ ഉണ്ടാകുമെന്നേ. കാരണം ഒന്നാമത്തെ കാര്യം, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ ഇവരെല്ലാവരും തമ്മിൽ അത്ര ഐക്യത്തിലൊന്നും പോകുന്ന കൂട്ടത്തിലൊന്നുമല്ല. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, തന്മയീഭവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നമുക്കറിയാം രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കേസ് എന്താ? അരിതാ ബാബു കയറി പോലീസിനെ ആക്രമിക്കാൻ വേണ്ടി കയറി ചെന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇദ്ദേഹം പറയുന്നത് അതിന് തെളിവില്ല, അതായത് പോലീസുകാർ അരിതാ ബാബുവിനെ ആക്രമിച്ചു എന്നുള്ളതിന് ദൃശ്യങ്ങളിൽ തെളിവില്ല എന്ന് പറയുന്നത്. അപ്പം അതിനെതിരായിട്ടാണോ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് നിൽക്കുന്നത്? അപ്പം ഈ ആഭ്യന്തര വകുപ്പിൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വൃത്തികേടും നെറികേടും കാണിച്ചുകൊണ്ട് സമരത്തിലൊക്കെ ഇറങ്ങി അവരെ പിന്നെ പോലീസ് ഗത്യന്തരമില്ലാതെ ഉപദ്രവിക്കേണ്ടി വന്ന പോലീസുകാർക്ക് ഇനി കഷ്ടകാലം ആരംഭിക്കുകയാണ്. ഇനി എങ്ങനെയെങ്കിലും കാല് തിരുമി, രമേശ് ചെന്നിത്തലയുടെ കാല് തിരുമിയോ, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാല് തിരുമിയോ, അല്ലെങ്കിൽ മുഹമ്മദ് ഷിയാസിൻ്റെ കാല് തിരുമിയോ ഒക്കെ ഇനി ശിഷ്ടകാലം, ഇനി ഒരു 5 വർഷക്കാലത്തേക്ക് കേരളത്തിൻ്റെ പോലീസ് സേന അങ്ങനെ നടക്കേണ്ടി വരും. അതല്ലാതെ വേറെ ഒരു മാർഗവും കേരളത്തിൻ്റെ പോലീസ് സേനയ്ക്കില്ല. അവർക്ക് ഈ അവസ്ഥയിൽ തന്നെ അവർ മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ പോലീസ് സേന അധപതിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ തുടക്കമായിട്ടാണ് ഈ പറയുന്ന N മുരളീധരനെ പോലുള്ള വലിയ നല്ല, അതായത് പിന്നെ ഈ പറയുന്ന കോടതിയുടെ പോലും പ്രശംസ ഏറ്റുവാങ്ങിയ ഒരാളാണ് ഈ DYSP ആയിരിക്കുന്ന N മുരളീധരൻ. അതായത് ചെന്താമര ഇരട്ടക്കൊലക്കേസ് ഉണ്ടല്ലോ, ചെന്താമര നടത്തിയ ആ ഇരട്ടക്കൊലക്കേസ് അന്വേഷിക്കുകയും കണ്ടെത്തി ഒടുവിൽ കേസ് കോടതിയിലെത്തിക്കുകയും ഈ ചെന്താമരയ്ക്ക് വധശിക്ഷ മേടിച്ചു കൊടുക്കാൻ വേണ്ട രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തി കേസ് അവിടം വരെ കൊണ്ട് എത്തിച്ചത്, അതിന് ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് ഈ N മുരളീധരൻ. അപ്പോൾ അദ്ദേഹത്തിനെ ശരിക്കും കോടതി വരെ പ്രശംസിച്ചിരിക്കുന്നു. ഏറ്റവും മികച്ച നീക്കമാണ് നടത്തിയത് എന്നുള്ള രീതിയിൽ കോടതി പോലും പ്രശംസിച്ച ഒരാളെയാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു കുറ്റവാളി, പിന്നെ അല്ലെങ്കിൽ കുറ്റാരോപിതനായ ഒരു വ്യക്തിക്ക് വേണ്ടി ഇമാതിരി തരംതാണ കളി കളിച്ചത് എന്നുള്ളതാണ് ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രസകരമായ ഒരു വിഷയം.